ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഹെലീസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ നാട്ടിൽ പോകാനുള്ള ഷോപ്പിങ്ങിലൊക്കെ ആയിരുന്നു. ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു. ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ പിരികം ത്രെഡ് ചെയ്യാൻ പോയപ്പോൾ ചേട്ടാ എനിക്ക് വേണ്ടി 1-2 ഡ്രസ്സൊക്കെ നോക്കണതാണ്. നല്ല ഡ്രസ്സല്ലേ, കൊള്ളാമല്ലേ? അങ്ങനെ ചേട്ടായി കൈ പിടിച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അതിന് ശേഷം ഐബ്രോ ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഹെയർ ഡ്രസ്സിങ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞ് ഇത്രയും ഞങ്ങൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഒരു നേരത്തെ തന്നെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറന്നു പോകും. മരിയയ്ക്ക് പെഗ് ഫീഡൊക്കെ ഉള്ളതുകൊണ്ട് അവളുടെ ഫീഡ്സൊക്കെ നമ്മൾ നേരത്തെ എടുത്തു വയ്ക്കണം. മെഡിക്കേഷൻസും എല്ലാം നമ്മൾ റെഡി ചെയ്ത് വെക്കണം. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഷോട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെയും പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ കിട്ടണമെങ്കിൽ 3-4 ദിവസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വീക്സ് ഹോളിഡേ ആയിരുന്നു നാട്ടിലേക്ക്. അതിനകത്ത് ആദ്യത്തെ 1 വീക്ക് അറൗണ്ട് 1 വീക്ക് ഞങ്ങൾ ഡൽഹി ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പിന്നൊരു കാര്യമുള്ളത്, എമിറേറ്റ്സിൽ നമ്മൾ മരിയനെ പോലെ ഉള്ള കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ടുള്ളവർ പോകുമ്പോൾ ഒരു മെഡിക്കൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. ഞാനത് നേരത്തെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 48 hours മുന്നേ എങ്കിലും നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കണം. പക്ഷേ അന്ന് രാവിലെ ഞങ്ങൾക്ക് മെഡിക്കൽ ടീമിൽ നിന്ന് ഇമെയിൽ വന്നു. അതായത് മരിയയുടെ മെഡിക്കൽ ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ അലൗഡ് ഉള്ളൂ എന്ന് പറഞ്ഞു. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരുപാട് ഓടിയായിരുന്നു, കിട്ടിയില്ല. അതിന് അറൗണ്ട് 5 to 6 വീക്സ് എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നു, ഞങ്ങളവർ തിരിച്ചു വിട്ടു, സമ്മതിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ 2ാമത് എയർപോർട്ടിലേക്ക് പോയതാണ്. അതായത് ആഫ്റ്റർ ഫ്യൂ ഡേയ്സാണ് ഞങ്ങൾക്ക് ഈ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടിയത്. പിന്നെ 2ാമത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഡൽഹി അവോയ്ഡ് ചെയ്തു. കാരണം എല്ലാം കൊണ്ട് ഞങ്ങൾ മടുത്തു പോയായിരുന്നു, ഒരുപാട് ഓടി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാം പിന്നെ ഡയറക്റ്റ് കൊച്ചിക്കാണ് ടിക്കറ്റ് പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഡൽഹിയിലേക്ക് നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റൊക്കെ ക്യാൻസലായി, ഹോട്ടൽ ബുക്കിംഗ് ക്യാൻസലായിരുന്നു. ഫ്ലൈറ്റ് കയറിയിട്ട് പിന്നെ പുള്ളിക്കാരത്തി ഉറങ്ങിയൊന്നുമില്ലായിരുന്നു. ഒന്ന് ഫുൾ ടൈം കളിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനും ഭയങ്കരമായിട്ട് ടയേർഡായി. ഇപ്പോൾ അവൾ മണ്ണടച്ചില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ദുബായിൽ നിന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റിൽ നന്നായിട്ട് കിടന്നുറങ്ങി. അവളും ഉറങ്ങിയായിരുന്നു, ഞാനും കുറച്ച് ഉറങ്ങിയായിരുന്നു. ഇത് ഞങ്ങൾ കൊച്ചിയിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അത്യാവശ്യം നന്നായിട്ട് അവൾ കിടന്നുറങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാടെത്തി കേട്ടോ. നമ്മുടെ പെരിയാറല്ലേ ഇത്? വെല്ലുവിളിക്ക് അവിടെ നമ്മുടെ പെരിയാറ്, നമ്മുടെ പെരിയാറല്ലേ മുന്നോട്ട്. അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ പൊന്നൂൻ്റെ ബർത്ത്ഡേ ഒന്നും കൂടി ആഘോഷിക്കണമെന്ന് പറഞ്ഞു. അവരിത് കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ അതവരുടെ ഒരു ആഗ്രഹമല്ലേ, അവർ നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഒന്നുകൂടി പൊന്നൂൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്തു. പൊന്നു ആണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം പൊന്നൂൻ്റെ ബർത്ത്ഡേ പിന്നെ ആഘോഷിക്കുന്ന അവൻ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 2ാമത് കേക്ക് കട്ട് ചെയ്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെയും ഞാൻ ഈ വീട്ടുകാരനല്ലാന്ന് പറഞ്ഞാൽ സന്തോഷമാണ് ജന്മദിനം. പാട്ട് കൊടുത്ത Happy birthday to you.
കുഞ്ഞു കഷ്ണമൊക്കെ ഞാൻ പപ്പിന് വാങ്ങിച്ചു കൊടുത്തു. അപ്പാപ്പന് കൊടുത്ത് ശരി ഞാൻ മമ്മിക്ക് കൊടുത്തു. എനിക്കത് വേണ്ടായിരുന്നു പക്ഷെ കുറച്ച് ക്രീമാ ശരി എന്നായോ എടാ ഇങ്ങോട്ട് നോക്കിക്കിട്ടാ എടാ എടാ കണ്ടില്ല ഇങ്ങോട്ട് ഞാൻ ചാച്ചന് ചോദിച്ചു കൊടുക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു മരിക്ക് കൊടുക്കുന്നേ ഇത് ഈ പോയിച്ച് കേക്ക് കഴിച്ചോ രാജാ ചച്ചൻ ചോദിച്ചു കൊടുക്കും. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോയിരുന്നു. ഇതിന് ശേഷം അങ്ങനെ താങ്ക് യു ഫോർ വാച്ചിങ് ഹെലിയസ് വേൾഡ്. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.